എല്ലാവർക്കും ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ചിലരൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അർമാഫ് ലെബ്ഡിനീറ്റ് അൺടോൾഡ്. ഇത് ബക്രാത്ത് 540യുടെ മേസൺ ഫ്രാൻസിസ് ക്രിപ്ഷാൻ ബക്രാത്ത് 540യുടെ ക്ലോണാണ്. അപ്പോൾ എത്രമാത്രം ആക്യുറേറ്റ് ആണ്, എങ്ങനെയാണ് പെർഫോമൻസ് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ അർമാഫ് എന്നുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒട്ടുമിക്ക ഡിസൈനർ നീഷ് പെർഫ്യൂംസിൻ്റെ ഒക്കെ ക്ലോൺസ് മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഹൗസാണ് അർമാഫ്. അവരുടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും അധികം ഇപ്പോൾ ടോപ്പ് സെല്ലിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് അൺടോൾഡ്. കാരണം ബക്രാത്ത് എന്നുള്ളൊരു പേര് തന്നെയാണ്, ബക്രാത്തിൻ്റെ ഒരു ക്ലോണാണെന്നുള്ള പേരിൽ തന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് ഹൈപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2022 ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. ബക്രാത്തൊക്കെ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. EDPയും 540 എക്സ്ട്രേറ്റും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളെന്ന് പറയുന്ന ബോക്സ് അർമാഫ് ക്ലബ് ന്യൂഡൻസിൻ്റെ ബോക്സ് പറയത്തൊക്കെ വലിയ സെറ്റപ്പൊന്നുമില്ല. ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അർമാഫിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും, ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും, ടോപ്പിൽ അർമാഫ് ഇവിടെ വിലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ബോക്സിനെ കുറിച്ച് പറയാൻ. ബോക്സ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോക്സാണ്. അല്ലാതെ ഈ 540 അത്രയും വലിയ ഒരു നീഷ് പെർഫ്യൂമിൻ്റെ ക്ലോൺ എന്ന രീതിയിൽ തന്നെ വലിയൊരു സെറ്റപ്പായിട്ടുള്ളൊരു ബോക്സ് ഒന്നും അല്ല കൊടുത്തിട്ടുള്ളത്. സാധാരണ സിമ്പിളായിട്ടുള്ളൊരു ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പാക്ക് ചെയ്യാൻ ബോക്സ് കേട്ടല്ലേ, ഇത്രയേ ഉള്ളൂ ബോക്സ്. പറയത്തേക്കൊന്നുമില്ല. നമുക്ക് അൺബോക്സ് ചെയ്യാം. കാണുന്നുണ്ടോ? ഈ ക്രീഡ് വാങ്ങുമ്പോൾ ക്രീഡിൻ്റെ പെർഫ്യൂമിലൊക്കെ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ചെറിയ ബോട്ടിൽ കാണാൻ കൊള്ളാം. ഈ ബക്രാത്തിൻ്റെ ഒരു സെയിം കളർ ബോട്ടിലാണെങ്കിലും ഒരു മഴവെല്ലിൻ്റെ നിറങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. ഇത്രയാണ് ബോട്ടിൽ ഡിസൈൻ. അത്യാവശ്യം ഭാരമുണ്ട്. ഇത് 70 ml ആണെന്നുണ്ടെങ്കിൽ ഇത് 105 ml ആണ്. ബോട്ടിലിൻ്റെ സൈസും കൂടുതലാണ്. നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ക്ലബ്ഡ് ന്യൂറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. വിറകളൊന്നുമില്ല. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാച്ച് കോഡ് ഞാൻ പറയാം. ബാച്ച് കോഡ് 377166 ഇതാണ് ബാച്ച് കോഡ്. ഇത്രയാണ് ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാം. ബോട്ടിൽ ഡിസൈൻ കൊള്ളാം. മികച്ച ഒരു ബോട്ടിൽ ഡിസൈനാണ്. കയ്യിൽ ഹോൾഡ് ചെയ്യാനും ഒരു പ്രീമിയം ഒരു ആർട്ട് വർക്ക് പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. എല്ലാം കൊള്ളാം. ക്യാപ്പ് മെറ്റലാണ്. അകത്ത് കട്ടിയുള്ള പ്ലാസ്റ്റിക്കും പുറത്ത് ഒരു മെറ്റലാണ്, ഒരു ഗോൾഡ് കളറിലുള്ള മെറ്റലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? മുകളിൽ അർമാഫിൻ്റെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് സെറ്റിലാവട്ടെ. ശരിക്കും ഇത് ബക്രാത്ത് തന്നെയാണത്. ബക്രാത്ത് 540 EDP എക്സ്ട്രേറ്റ് അല്ല, EDP അതേപടി 105 ml ബോട്ടിൽ അർമാഫ് പകർത്തി ഒഴിച്ചു എന്ന് വേണം പറയാൻ. എനിക്കൊരു വ്യത്യാസവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കറക്റ്റ് അർമാഫ് ബക്രാത്ത് 540 EDP തന്നെയാണ് ഈ ജ്യൂസിലുള്ളത്. ഒരു വ്യത്യാസമില്ല. ഇത് സെറ്റിലാകും തോറും കുറേ കൂടി ആ EDP ബക്രാത്ത് തന്നെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ആ ഒരു മണം തന്നെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ടോപ്പ് നോട്ട് എന്ന് പറയുന്നത് സഫ്രോൺ, ജാസ്മിൻ, ആംബർവുഡ്, ആംബർഗ്രീസ്. ബേസ് നോട്ട് വരുമ്പോൾ ഫിർ, റെസിൻ, സീറാർ ഇതൊക്കെയാണ് കൊടുത്തിരുന്നത്. നിങ്ങൾ നോക്കണ്ട. ഇത് സാഫ്രോണിൻ്റെ നോട്ടും ജാസ്മിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണമൊന്നും ഇല്ലെന്ന് കിട്ടില്ല. ഇതിൽ ബക്രാത്ത് എന്താണോ, ഞാൻ ബക്രാത്തിൻ്റെ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം വെറുതെ വലിച്ചഴിച്ച് ഞാൻ ആ ഒരു റിവ്യൂ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബക്രാത്ത് 540 എന്താണോ അത് തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. ലിറ്ററലി ഒരു 28,000 അല്ലെങ്കിൽ 29,000 രൂപ വില വരുന്ന ബക്രാത്ത് അത് ഈ ഒരു ബോട്ടിൽ നിറച്ചൊഴിച്ചാൽ എന്തായിരിക്കും അത് തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. ആദ്യത്തെ ഒരു 10 സെക്കൻഡ് ഒരു സിന്തറ്റിക് ഓപ്പണിംഗ് ഉണ്ട്. ആ 10 സെക്കൻഡ് ഒന്ന് കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ്. ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ബക്രാത്ത് ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കണ്ണ് റിബൺ കൊണ്ട് മൂടിയിട്ട് രണ്ട് കയ്യിലും, ഒരു കയ്യിൽ അർമാഫ് അൺടോൾഡും വലത്തെ കയ്യിൽ ബക്രാത്ത് EDPയും ട്രൈ ചെയ്തിട്ട് രണ്ടും ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടും ഒന്നാണെന്നേ പറയും. അത്രയ്ക്ക് ആക്യുറേറ്റ് ആയിട്ടാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് ഒരു 98% സെയിം ആണെന്ന് വേണം പറയാം. അത് എയറിലാണെങ്കിൽ കൂടി, ഇപ്പോൾ ബോഡിയിൽ മാത്രമല്ല എയറിലാണെങ്കിൽ കൂടിയും എനിക്ക് ആ ഒരു ഫീൽ തന്നെയാണ് കിട്ടുന്നത്. ബക്രാത്തിൻ്റെ അതേ മണം, ഒരു വ്യത്യാസമില്ല. പക്ക ബക്രാത്ത് EDP ട്രൈ ചെയ്തവർക്കറിയാം. ഓപ്പണിങ്ങിൽ ആ ഒരു മണം മാറിയിട്ട് പിന്നീട് ചെറിയൊരു
ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതേ ഒരു മാജിക് ബക്രാത്തിൻ്റെ ഡ്രൈ ഡൗണിലാണ് ശരിക്കും മാജിക് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഡ്രൈ ഡൗണിലെ ആ ഒരു മാജിക്, ആ ഒരു ബക്രാത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ നമുക്കിതിൽ നിന്നും കാണാൻ കഴിയും. അവർ അതേപടി ഇതിൽ കോപ്പിടിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ബക്രാത്ത് 540 EDPക്ക് പകരം ഇതടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ബക്രാത്ത് ട്രൈ ചെയ്തിട്ടുള്ള വ്യക്തി പറയും നിങ്ങൾ അടിച്ചത് ബക്രാത്തിലെന്ന് പറയും. അത്രയ്ക്ക് ആക്യുറേറ്റ് ആണ്, ഒരു വ്യത്യാസമില്ല. ബക്രാത്ത് 540യുടെ മണം എന്ന് പറഞ്ഞാൽ സ്വീറ്റാണ്, ഭയങ്കര സ്വീറ്റ്. അതായത് പഞ്ചസാരയുടെ ഒക്കെ ഒരു മണം, വളരെ സ്വീറ്റായിട്ട് നമുക്ക് ഉറും പരിക്കുന്ന പോലുള്ള ഒരു മധുരം, അത്രയ്ക്ക് സ്വീറ്റായിട്ടുള്ള ഒരു നോട്ടാണ്. അതിൽ ചെറിയൊരു സഫ്രോണിൻ്റെ ചെറിയൊരു ഡാർക്കായിട്ടുള്ളൊരു നോട്ട്. ആ ഡാർക്ക് നോട്ടിൻ്റെ കാരണം സഫ്രോണാണ്. എന്നാൽ ഈ സഫ്രോൺ അല്ലെങ്കിൽ ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ ഒരു മണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ഫ്ലോറൽ നോട്ടായിട്ട് ഒരിക്കലും ധരിക്കരുത്. അത് ചെറുതായിട്ട് മാത്രമേ കിട്ടൂ. അതൊരു ഡെപ്തായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ട്, വെറുതെ ഒരു ഫ്ലാറ്റായിട്ട് ഒരു മധുരത്തിൻ്റെ മണം എന്നതിലുപരി സ്വല്പം ഒരു ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആംബർ വുഡും സഫ്രോണിൻ്റെ നോട്ട് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്തോ ഒരു ക്യാരക്ടർ ഒളിഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്യും. അതിന് കാരണം ഈ ആംബർ ഗ്രീസും ആംബർ വുഡും സഫ്രോണാണ്. അത് പൊടിക്ക് നമുക്ക് കിട്ടും. എന്നാൽ സഫ്രോണിൻ്റെ ഒരു കുത്തനുള്ള മണം പോലെയോ അല്ലെങ്കിൽ മധുരത്തിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ളൊരു പൂവിൻ്റെ മണമായിട്ടല്ല ഇരിക്കുന്നത്. പകരം ഒരു 90% മധുരത്തിൻ്റെ മണവും ബാക്കി ഒരു 10% താഴെയാണ് ഒരു സഫ്രോൺ, ആംബർ വുഡ്, ആംബർ ഗ്രീസിൻ്റെയൊക്കെ നോട്ട് വരുന്നത്. അപ്പോൾ കൂടുതലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു മണം മാത്രം. ബക്രാത്ത് ട്രൈ ചെയ്തവർക്ക് ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്കറിയാം. അപ്പോൾ ആ മണം എന്താണോ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ 29,000 രൂപ മുടക്കി വാങ്ങുന്നൊരു പെർഫ്യൂമിൻ്റെ അതേ മണം, അതേ സാധനം തന്നെ നിങ്ങൾക്കൊരു 4,400 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ 4,400 രൂപയ്ക്ക് ഈ ഒരു പെർഫ്യൂം വർത്താണ്. ലിറ്ററലി നിങ്ങൾ വാങ്ങുന്നത് ബക്രാത്ത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇപ്പോൾ ബക്രാത്ത് വാങ്ങാൻ ബഡ്ജറ്റ് ഉള്ളവർ അല്ലെങ്കിൽ അത്രയും പൈസ മുടക്കാൻ താല്പര്യമുള്ളവർ മാത്രം ബക്രാത്ത് വാങ്ങുക. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ അത്രയും പൈസ മുടക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഒരു 29,000 അല്ലെങ്കിൽ 30,000 രൂപ മുടക്കി ഒരു പെർഫ്യൂം വാങ്ങുന്നത്? അങ്ങനെയുള്ള ചിന്താഗതിക്കാർ ഒരിക്കലും അത് വാങ്ങരുത്. ഇത് വാങ്ങാം, നിങ്ങൾക്കിത് വർത്തായിരിക്കും. ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റി, ഇത് വൈകുന്നേരങ്ങളാണ് ഇത് ഉപയോഗിക്കേണ്ടത്. വൈകുന്നേരങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെയാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റി. പ്രൊജക്ഷൻ ആദ്യത്തെ 2 മണിക്കൂർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ്. ബക്രാത്ത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ്. ചിലപ്പോഴൊക്കെ ഔട്ട് പെർഫോം ചെയ്യാറുണ്ട്, ബക്രാത്തിനേക്കാൾ ഒരു പടിക്ക് ചിലപ്പോൾ ഔട്ട് പെർഫോം ചെയ്യാറുണ്ട്. കാരണം അറബിക് പെർഫ്യൂംസ് പൊതുവേ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഫ്രഞ്ച് പെർഫ്യൂംസിൻ്റെയൊക്കെ ക്ലോണിന് ഫ്രഞ്ച് പെർഫ്യൂമിനേക്കാൾ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ. അങ്ങനെ നോക്കുമ്പോൾ ബക്രാത്തിനേക്കാൾ പെർഫോമൻസ് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി ഈ സമയത്ത് ഉപയോഗിക്കുക. ഓഫീസിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ AC ആയിരിക്കണം. AC ആണെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലാത്ത പക്ഷേ ഉപയോഗിക്കരുത്. വൈകുന്നേരവും രാത്രിയും ഉപയോഗിക്കുക. പാർട്ടി, ക്ലബ്ബിംഗ് എന്ന് വേണ്ട ഏതൊരു ഒക്കേഷനും യൂസ് ചെയ്യാം, പകൽ സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പെർഫോമൻസ് ബീസ്റ്റാണ്, പ്രൊഡക്ഷൻ ബീസ്റ്റാണ്, സ്മെൽ വൈസ് ഒന്നും പറയാനില്ല. ഡെഫിനറ്റ്ലി ഒരു നീഷ് ക്വാളിറ്റി നീഷ് പെർഫ്യൂമിൻ്റെ ക്ലോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു മണവും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് യൂണിസെക്സ് ആണ്, ഗേൾസിന് യൂസ് ചെയ്യാം. ഒരു ഫെമിനിൻ ടച്ച് ഉണ്ട്. കാരണം ബക്രാത്തിൻ്റെ 2 പെർഫ്യൂം എക്സ്ട്രേറ്റ് എടുത്താലും EDP എടുത്താലും അത് യൂണിസെക്സ് ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇതിലുമുള്ളത് ഒരു യൂണിസെക്സ് ആയിട്ട്. മാൻസറ ഇൻസ്റ്റൻറ്റ് ക്രഷൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അറിയായിരിക്കും എൻ്റെ മണം. അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബോഡിയിൽ അടിക്കുന്നതിനേക്കാൾ നല്ലത് വസ്ത്രങ്ങളിൽ അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഞാൻ ഒരിക്കലും ബോഡിയിൽ അടിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. വസ്ത്രങ്ങളിൽ തന്നെ അപ്ലൈ ചെയ്യുക. കാലാവസ്ഥയും ഒക്കേഷനും നോക്കി ഉപയോഗിക്കുക. കോംപ്ലിമെൻറ്റ് ഉറപ്പായിട്ടും കിട്ടും. ഇത് വാങ്ങി ഉപയോഗിച്ച പലർക്കും, എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബോസ് പുള്ളിക്കാരൻ അടിച്ചിട്ട് പോയപ്പോൾ ചോദിച്ചു, നീ അടിക്കുന്ന പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചു. അങ്ങനെ അവൻ തന്നെ പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത് കൊടുത്തു. അത്രമാത്രം കോംപ്ലിമെൻറ്റും ഒക്കെ വാങ്ങി കൊടുത്തൊരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അവൻ എപ്പോൾ അടിച്ചാലും കോംപ്ലിമെൻറ്റ് കിട്ടും ഈ ഒരു പെർഫ്യൂമിന്. അപ്പോൾ കോംപ്ലിമെൻറ്റിൻ്റെ കാര്യത്തിൽ 10 out of 10, പ്രൊജക്ഷനും ബീസ്റ്റാണ്, എല്ലാം കൊണ്ട് വർത്തായിട്ടുള്ള പെർഫ്യൂമാണ്. പിന്നെ എനിക്കൊരു കാര്യം അറിയാം, നമ്മുടെ വീഡിയോ മാക്സിമം 1000 പേരൊക്കെ കാണും. അതിൽ 1000 പേരെടുത്താൽ അല്ലെങ്കിൽ 800 പേരെടുത്താൽ അതിലൊരു 750 ആൾക്കാർ സാധാരണക്കാരായിരിക്കും, അല്ലെങ്കിൽ 25,000 മാസം 25,000 രൂപ ശമ്പളം താഴെ വാങ്ങുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ ബക്രാത്ത് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നടക്കുന്ന കാര്യമില്ല. എന്നാൽ അതൊന്ന് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. പല റിവ്യൂസ് കണ്ടിട്ട് അവർക്കത് വാങ്ങാൻ പറ്റുന്നില്ലല്ലോ. നിലവിലെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 30,000 രൂപ കൊടുത്തൊരു പെർഫ്യൂം വാങ്ങുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു പെർഫ്യൂം ഞാൻ റെക്കമെൻഡ് ചെയ്തത്. 4,500 രൂപ 4,400 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. ഞാനൊരു സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് മെൻഷൻ ചെയ്യാം. 4,400 കിട്ടി. അപ്പോൾ എങ്കിൽ പോലും സാധാരണക്കാർക്ക് പോലും 4,400 രൂപ എന്ന് പറയുന്നത് അവർക്ക് അല്പം അത് ബഡ്ജറ്റ് തന്നെയാണ്, ഞാനതില്ലാതെ പറയുന്നില്ല. എങ്കിലും ബക്രാത്ത് പോലുള്ള ഒരു പെർഫ്യൂം 30,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിൻ്റെ ക്ലോൺ നമുക്ക് ഈ ഒരു പ്രൈസിൽ വാങ്ങുന്നത് എന്തുകൊണ്ട് വർത്താണ്. കാലാവസ്ഥയും ഒക്കേഷനും സാഹചര്യവും അനുസരിച്ച് ഉപയോഗിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന കോംപ്ലിമെൻറ്റും ലോങ്ജിവിറ്റിയും പ്രൊഡക്ഷനും കിട്ടും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ക്ലോണാണ്, ഒട്ടും സിന്തറ്റിക് അല്ല, മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങേണ്ട ഒരു പെർഫ്യൂമാണ്.
അർമാഫ് ക്ലബ് നീറ്റ് അൺടോൾഡ്. അപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. താങ്ക് യു സോ മച്ച്.